ഹായ് ഗൈസ്, തുടരും സിനിമയുടെ സക്സസ് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിതാ 9ാം ദിവസം പിന്നിടുമ്പോൾ 135 കോടി വേൾഡ് വൈഡ് കളക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴും ബുക്ക് മൈ ഷോ എടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയാൽ യെല്ലോ ആണ് മൊത്തം. എന്നുവെച്ചാൽ 1-2 സീറ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടതിന് ശേഷമാണ് ഇത്രയും ഹൗസ്ഫുൾ ആയി ഓടുന്നത്. ഈ ഒരു ഓട്ടം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സക്സസ് ഓരോ ലാലേട്ടനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും സക്സസ് ട്രെയിലർ റിയാക്ട് ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം. വായോ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ശക്തമായി തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ശരിക്കുള്ള പേര് ഷൺമുഖം എന്നാണ്. ബെൻസ് എന്ന് വിളിക്കും. വണ്ടി കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ രാവിലെ ഇട്ട ഷർട്ട് നിങ്ങൾ കഴുകിയല്ലേ? അതെന്തിനാ കഴുകിയത്? ചോര വല്ലതും പറ്റിയോ ബെൻസേ? കമ്പത്തേക്ക് അധികം ദൂരമല്ല ജോർജ് സാറേ. ആന കൂട്ടത്തോടെ വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ല. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം. ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. നിന്റെ കൂട്ടത്തോട് പറഞ്ഞേരെ ഒറ്റ വീണ്ടും കാട് കയറിയുന്നു. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. സക്സസ് ടീസർ കിടുവായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ആ ഒരു സംഭവം എല്ലാം വെച്ച് ലാലേട്ടന്റെ പ്രൈമായ എല്ലാ സംഭവങ്ങളും കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫൈറ്റ് തുടങ്ങുന്നതും അങ്ങനത്തെ സീനുകളും ടേണിങ് സീൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ കൂടുതൽ അടി ഫോക്കസ് ആയിട്ടുള്ള ഒരു സക്സസ് ടീസറാണ്. കുറച്ചുകൂടി ലാലേട്ടന്റെ അഭിനയ മൊമെന്റ്സ് കാണിക്കുന്ന ഒരുപാട് സീനുകൾ ഉണ്ടായിരുന്നു. നോട്ടം, ലൈറ്റായ ഇമോഷൻസ് ഒക്കെ കാണിക്കുന്നത്, അതും കൂടെ കുറച്ചും കൂടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തായിരുന്നു. അടി സംഭവങ്ങളൊക്കെ നമ്മളെ പുലിമുരുക സ്റ്റൈലില് ആ ഒരു ലെവലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാനും തിയേറ്ററിൽ കാണാൻ നല്ല ഫീൽ ഉണ്ട്. അതുപോലെ തന്നെയാണ് ലാലേട്ടന്റെ ആ ഒരു വലിയ റേഞ്ച് ഓഫ് ഇമോഷൻസ് മൊത്തം തരുൺ മൂർത്തി എന്നുള്ള ഡയറക്ടർ എടുത്തിട്ടുണ്ട്. ആക്ടിങ്ങിന്റെ പീക്ക് ലെവലും കൂടെ ഡയറക്ടർ കാണിച്ചിരുന്നുണ്ട്. കിടിലൻ ട്രെയിലർ, റണ്ണിങ് സക്സസ്ഫുള്ളി. ഇതിലും കൂടുതലായി ഓടട്ടെ. ഇങ്ങനെ ഒരു പടം കിട്ടുന്നത് എത്ര നാളായി വെയിറ്റ് ചെയ്ത്. എനിക്കൊന്ന് ഈ കേരളത്തിൽ വെച്ച ഓരോ മലയാളികളും ലാലേട്ടൻ ഫാൻ ആയിരിക്കും. പക്ഷെ അത് മറ്റ് നടന്മാരോടുള്ള ആരോധന കൊണ്ടോ അല്ലെങ്കിൽ വേറെ കാരണങ്ങൾ കൊണ്ടോ തുറന്നു പറയില്ല. അതാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും ആൾക്കാരുണ്ട്, സിനിമ ഇത്ര അടിപൊളിയായി ഓടുന്നത് എന്നുള്ളത് തരുൺ മൂർത്തി പറഞ്ഞ പോലെ സ്ലീപ്പർ സെൽ ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ എന്റെ റിവ്യൂ വീഡിയോന്റെയും റിയാക്ഷൻ വീഡിയോ താഴെ ഇട്ടിട്ടുണ്ട്. സ്ലീപ്പർ സെൽ ഫാൻ ഗേൾസ് സ്പോട്ടർ എന്നുള്ള ഉണ്ട്. അപ്പൊ ഇത് വെച്ചാല് ലാലേട്ടന്റെ ഫാൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതായത് എന്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവിച്ചാലും വീഡിയോന്റെ താഴെ എല്ലാം ലാലേട്ടന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വാദിക്കാനും ഫാൻസ് ആയി നിൽക്കുന്നുണ്ട്. ലാലേട്ടന് നല്ല സിനിമ വന്നാലും മോശം സിനിമ വന്നാലും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് ഉണ്ട്. അതൊരു വിഭാഗമുണ്ട്, അത് എല്ലാ നടന്മാർക്കും ഉണ്ട്. അതല്ലാതെ ലാലേട്ടനെ വളരെയധികം സ്നേഹിക്കുന്ന പഴയ സിനിമകളെല്ലാം കൊണ്ട് വല്ലാതെ സ്നേഹിച്ചവരും അവരിങ്ങനെ പുറത്തു വന്ന് സോഷ്യൽ മീഡിയയിൽ അടികൂടാനോ ഫൈറ്റ് ഉണ്ടാക്കാനോ സോഷ്യൽ മീഡിയയിൽ ഷോ ഓഫ് ഉണ്ടാക്കാനോ താല്പര്യമില്ല. പക്ഷെ ലാലേട്ടനോട് വല്ലാത്ത സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര അടിപൊളിയ ഒരു പടം, സ്ക്രിപ്റ്റും ഡയറക്ഷനും അഭിനയം എല്ലാം പീക്കായിട്ടുള്ള ഒരു സിനിമ എത്തിയപ്പോൾ ഇത്രയും ഹൗസ്ഫുൾ ആയി ഓടുന്നത്. അവർ ചിലപ്പോൾ മുത്തശ്ശിമാരായിരിക്കാം. പണ്ട് അവരുടെ നല്ല പ്രായത്തില് അവർ ലാലേട്ടന്റെ തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ചവരാണ്. അവരിപ്പോ പ്രായമായിട്ട് മുത്തശ്ശിമാരോ ഒക്കെ ആയിട്ടുണ്ടാവും. അതല്ലാതെ ചെറിയ കുഞ്ഞുങ്ങൾ വരെ ലാലേട്ടൻ ഫാനാണ്. അപ്പം എല്ലാ പ്രായത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്ത, ലാലേട്ടന് വേണ്ടി ജയ് വിളിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അവരെയാണ് തരുൺ മൂർത്തി ടാർഗറ്റ് ചെയ്യുന്നത്. സ്ലീപ്പർ സെൽ ഫാൻസ് പറഞ്ഞ ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവര് സോഷ്യൽ മീഡിയയിൽ വന്ന് ജയ് വിളിക്കാനില്ല, അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ ഈ സിനിമയെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായി ഓടുന്നത്.
അവർ തന്നെയാണ് ഇതിനെ ഈ ഒരു ലെവലിൽ എത്തിക്കുന്നതും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സ്ലീപ്പർ സെൽ ഫാൻസ് മമ്മൂക്കാനും ഉണ്ടാവും. അവർ പുറത്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായി സംസാരിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. അത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സമയത്ത് നമ്മൾ ലാലേട്ടൻ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ വിഷമത്തിൽ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ക്ലോസ് ടു ഹാർട്ട് ആയ ഒരു നടനാണ് ലാലേട്ടൻ. എന്തായാലും ഈ പടം വേറെ ലെവലാവട്ടെ. ഈ ഒരു ലെവൽ ഓഫ് ലാലേട്ടനെ തിരിച്ച് കൊണ്ടുവരാൻ, തിരിച്ച് നമ്മളെടുക്കാൻ കാണിക്കാൻ തരുൺ മൂർത്തി എന്നുള്ള ഡയറക്ടറിന് ഇപ്പൊ കുറെ നാളിന് ശേഷം സാധിച്ചിട്ടുള്ളൂ. സോ കിഡ്ലം. എന്തായാലും ഡയറക്ടറോട് വളരെയധികം നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ സംഭവങ്ങൾ നമ്മൾ ഡയറക്ടറിനെ എക്സ്പെക്ട് ചെയ്യുന്നു. എന്തായാലും തരുൺ മൂർത്തി ഇനിയും ലാലേട്ടനെ വെച്ച് സിനിമ എടുക്കണം. നമുക്ക് ഇനിയും കാണാനുണ്ട് അത്ര. ഇതിലും വലിയൊരു ലാലേട്ടൻ ഉണ്ട്. കൂടാതെ നല്ല പടങ്ങൾ ഒരുപാട് ഈ ഡയറക്ടറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സക്സസ് ട്രെയിലർ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ട്രെയിലർ? പടം കണ്ടോ? പടം എത്ര തവണ കണ്ടു? പിന്നെ നിങ്ങൾക്ക് ഇടി കൊടുക്കുന്ന ഫൈറ്റ് ചെയ്യുന്ന ലാലേട്ടനെ ഇഷ്ടം, അല്ല അഭിനയത്തിൽ ഒരു വിസ്മയം ഉണ്ടാക്കുന്ന ഒരു ലാലേട്ടനെ ഇഷ്ടം? ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.